ദേശാഭിമാനിക്ക് പിറന്ന മണ്ണിൽ പുതിയ ആസ്ഥാന മന്ദിരം ഒരുങ്ങി. കോഴിക്കോട് പന്തിരാങ്കാവിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് സമുച്ചയം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 1942 വാരികയായി കോഴിക്കോട് നിന്നാണ് ദേശാഭിമാനിയുടെ തുടക്കം. 46 ദിനപത്രമായി ആരംഭിച്ചു. പ്രഭാതത്തിന്റെ തുടർച്ചയെന്നോണമാണ് ആദ്യം വാരികയായും പിന്നീട് ദിനപത്രമായും ദേശാഭിമാനി തുടങ്ങുന്നത്. കോഴിക്കോട് നഗരത്തിലെ കോൺവെന്റ് റോഡിലെ കെട്ടിടത്തിൽ നിന്നാണ് ദേശീയപാതയ്ക്ക് സമീപം പന്തിരാങ്കാവിൽ പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് ദേശാഭിമാനി മാറുന്നത്. 2 അത്യാധുനിക പ്രിന്റിംഗ് പ്രസ് സജ്ജീകരിച്ചു. പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. ദേശാഭിമാനിക്ക് ഇത് അഭിമാന മുഹൂർത്തമെന്ന് ജനറൽ മാനേജർ KJ തോമസ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാന്മാരായ നേതാക്കൾ EMSഉം AKGയും കൃഷ്ണപിള്ളയും കൂടിച്ചേർന്നാണ് ദേശാഭിമാനി കോഴിക്കോട് ആരംഭിക്കുന്നത്. ദേശാഭിമാനിയുടെ വളർച്ചയിൽ കോഴിക്കോട് ജില്ല വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോടും അതുപോലെ വയനാടും മലപ്പുറവും കൂടി ചേർന്നാണ് ഇവിടെ ഈ 3 ജില്ലകളിലേക്കുള്ള പത്രമാണ് ഇവിടുന്ന് അച്ചടിച്ച് നൽകുന്നത്. വലിയ ഒരു കാര്യമായിട്ടാണ് ജനങ്ങളിതിനെ കാണുന്നത്. പ്രിന്റിംഗ് പ്രസ് സ്വിച്ച് ഓൺ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യാതിഥിയാകും. ദേശാഭിമാനി പ്രത്യേക പതിപ്പ് PB അംഗം MA ബേബി പ്രകാശനം ചെയ്യും. വരിസംഖ്യ PB അംഗം A വിജയരാഘവൻ ജില്ലാ സെക്രട്ടറി M മെഹബൂബിൽ നിന്ന് ഏറ്റുവാങ്ങും. ദേശാഭിമാനി മലബാർ ഗോൾഡും VKC ഗ്രൂപ്പുമായി ചേർന്ന് നടത്തുന്ന യൗവനമാണ് ലഹരി പദ്ധതിയും ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, കോഴിക്കോട്.